അപ്പൊ മാഡത്തിന്റെ കപ്പിൾ സ്വാപ്പിങ്ങിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്? ശരി, ഇതിപ്പോ ഞാൻ എന്താ പറയാ, ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. ഒരു 30% പോലും ആൾക്കാര് കപ്പിൾസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എന്തൊരു സാക്ഷര കേരളം. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും പെട്ടെന്ന് വെള്ളം പോകുന്ന ആൾക്കാരുണ്ടാവും. ആ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ആവശ്യമില്ലാത്ത പബ്ലിസിറ്റി കൊടുത്ത് നാറ്റിക്കായിരുന്നാ മതി. പങ്കാളിയെ തൃപ്തിപ്പെടുത്താനെ കൊണ്ട് കഴിവില്ലാത്ത ആൾക്കാരുണ്ടാവും. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ, പിള്ളേരെ കൊണ്ട് പറയിക്കാം. ഒരു സെക്കൻഡിൽ തന്നെ അല്ലെപ്പോട്ടെ 1 മിനിറ്റ് പോലും അവർക്ക് അവരുടെ ഭാര്യനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല, അവർക്ക് വെള്ളം പോകുന്നു. അപ്പം അവർ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന എന്താ, എന്റെ ഭാര്യയ്ക്ക് വേറൊരാളിൽ നിന്ന് സുഖം കിട്ടിയാൽ. മലയാളികൾ അങ്ങനെയാണല്ല, ആരിൽ നിന്നും ഒന്നും പഠിക്കില്ല, മറ്റുള്ളവർക്ക് പലതും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവളില്ലാത്തൊരു ജീവിതം ഇവന് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയാണ് ഈ കപ്പിൾ സ്വാപ്പിംഗ് വരുന്നത്. എന്നെ കൊണ്ട് തൊടിയിക്കണില്ല, പിന്നെയാണ് വേറൊരുത്തൻ. അവളില്ലാത്തൊരു ജീവിതം ഇവന് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയാണ് ഈ കപ്പിൾ സ്വാപ്പിംഗ് വരുന്നത്. ഉദാഹരണത്തിന് ഇവന്റെ ഭാര്യയോട് ഒരുത്തിന് പ്രേമുണ്ട്, അവൾക്കും ചെറിയൊരു ഇഷ്ടമുണ്ട് എന്ന് വെച്ച് ഇവന്റെ ഭാര്യയെ ഇവൻ അവന് കെട്ടിച്ചു കൊടുക്കോ? അങ്ങനെ കെട്ടിച്ചു കൊടുത്ത ഈ പന്നിനെ ഞാൻ വെറുതെ വിടും. ചിലപ്പോ ചില പെണ്ണുങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അവരുടെ ശരീരം വേറൊരു പുരുഷനെ കാണിക്കുന്നതിൽ അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ ഹസ്ബൻഡ് നിർബന്ധിച്ച് കൊണ്ടുപോയി ചെയ്യിക്കുന്ന ഒരു പ്രവണത വരെ ഉണ്ടാവാം. ഓരോ ഫാന്റസിയാണ് ഇവരെ അതിലേക്ക് നയിക്കുന്നത്. ഇപ്പം ചിലർക്ക് കെട്ടിയിട്ട് ചെയ്യുന്നത് ഇഷ്ടമായിരിക്കും. ഇയാളുടെ വാക്കും കേട്ട് കെട്ടിപ്പിടിക്കാനങ്ങനെ നിന്നാ രണ്ടെണ്ണത്തിനും ഡിസ്മിസ് ചെയ്ത് കളയും, പറഞ്ഞേക്കാം. ചിലർക്ക് കണ്ണ് കെട്ടിയിട്ട് കൈ കെട്ടിയിട്ടിട്ട് ഇവരെ സെക്സ് ചെയ്യുന്ന ഇഷ്ടമായിരിക്കും. പിള്ളേരുടെ ഇഷ്ടം അനിഷ്ടം നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഇപ്പൊ ഞാനാ തീരുമാനിക്കുന്നത്. ചിലർക്ക് പുറയിലൂടെ ചെയ്യുന്ന അതൊരു ഹരമുള്ള പണിയാണ്. ഇപ്പം സെക്സ് ചെയ്യുമ്പോൾ പല രീതിയിൽ അവളെ തൃപ്തിപ്പെടുത്താം. ആയില്ലെന്ന് തോന്നുന്നു. ഇതിപ്പം ഇത് തന്നെ ചെയ്തിട്ട് തൃപ്തിപ്പെടുത്തണമെന്നില്ല, ഫോർപ്ലേ ചെയ്തിട്ട് അവളെ തൃപ്തിപ്പെടുത്താം. ഞാനൊന്ന് ശ്രമിച്ചു നോക്കണം. അല്ല, ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ മാത്രം, അല്ലാതെ അയ്യേ അത് വേണ്ട. ഫാന്റസി ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ വിചാരിക്കും നമുക്ക് ഇങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ. പക്ഷെ ഒരു തരത്തില് ഇതെല്ലാം തെറ്റല്ലേ എന്നാ ഞാൻ ചോദിക്കുന്നത്. അത് അവരുടെ ബുദ്ധിമോശം, അല്ലാതെ എന്താ പറയാനാ. കുഞ്ഞിന് എന്നെ പറ്റിയ തെറ്റിദ്ധാരണ ഒന്നുമില്ലല്ലോ, തീരില്ല. അത് മതി, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അപ്പൊ ഞാൻ ഇത്രയൊക്കെ വീഡിയോസ് ചെയ്യും, പക്ഷെ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ചേച്ചി റിയൽ മീറ്റ് കൊടുക്കാറുണ്ടോ? ഞാൻ കൊടുക്കാറില്ല. വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ അത് പറഞ്ഞു കേൾക്കുന്നവർക്ക് അതൊരു നുണ പോലെ തോന്നും.